മുഖ്യമന്ത്രിയുടെ അനുഗ്രഹത്തോടെ കെ.എസ്.ആർ.ടി.സി എം.ഡിയായ ടോമിൻ തച്ചകരിയുടെ ഭരണപരിഷ്കാരങ്ങൾ തൊഴിലാളി സംഘടനകളെ പ്രകോപിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനം യൂണിയനുകളുടെ മാസവരി ജീവനക്കാരിൽ നിന്ന് പിരിച്ചു നൽകുന്നത് അവസാനിപ്പിക്കാൻ ടോമിൻ തച്ചകരി ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതും ഭരണ പ്രതിപക്ഷ സംഘടനകളെ ചൊടിപ്പിച്ചു. ഡ്യൂട്ടിക്കിടയിൽ അപകടത്തിൽപ്പെട്ട് പലവിധ വൈകല്യങ്ങൾ ബാധിച്ചവരെ പോലും റെഗുലർ ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നുവെന്ന് തൊഴിലാളി സംഘടനകൾ പരാതിപ്പെടുന്നു. സ്ഥാപനം നാളിതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള ഏറ്റവും ഗുരുതരമായ തൊഴിലാളി ദ്രോഹ വ്യവസായ വിരുദ്ധ നയങ്ങൾ ഈ സ്ഥാപനത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയാണ്. പ്രൊമോഷൻ നൽകാതായിട്ട് 3 മാസം കഴിഞ്ഞുവെന്ന് തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. കെ.എസ്.ആർ.ടി.സിയുടെ മാനേജ്മെന്റിന് തലപ്പത്ത് നിയമിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ താൽപര്യങ്ങൾക്കനുസൃതമായി അല്ലെങ്കിൽ കയ്യടിക്ക് വേണ്ടി എന്തെങ്കിലും നടപ്പിലാക്കുന്ന നിലയിലാവരുത് കാര്യങ്ങൾ. തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ചികിത്സാ അഡ്വാൻസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ടോമിൻ തച്ചകരി നിർത്തലാക്കിയെന്ന് തൊഴിലാളി സംഘടനകൾ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. പ്രതിപക്ഷത്തോടൊപ്പം ഭരണപക്ഷവും എം.ഡിക്കെതിരെ കൈകോർക്കുന്നു എന്നുള്ളതാണ് കെ.എസ്.ആർ.ടി.സിയിലെ പുതിയ രസതന്ത്രം. ക്യാമറമാൻ അജിത്തിനോടൊപ്പം ഷമ്മി പ്രഭാകർ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.